ഫേസ് ടുവിൻ്റെ ഫലത്തിൽ കുറെ കൂടി NDAക്ക് വലിയ മുന്നേറ്റമാണുള്ളത്. 65-29 എന്നതാണ്. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന സ്ഥലത്ത് ഇരട്ടിയിലധികം ഇന്ത്യ സഖ്യത്തിന് 29 സീറ്റുകൾ ലീഡ് നേടുമ്പോൾ NDA സഖ്യം 65 സീറ്റുകളിലാണ് ലീഡ് നേടിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ നേരെ ഇരട്ടിയിൽ കൂടുതൽ സീറ്റുകളിലേക്ക് ലീഡ് നേടിയിരിക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായതിനേക്കാൾ വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയപ്പോൾ ആ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒന്നാം ഘട്ടത്തേക്കാൾ ഏകദേശം 4% വോട്ടിംഗ് ശതമാനം കൂടിയത്. സ്ത്രീകളുടെ വലിയ തോതിലുള്ള വോട്ടിംഗ് അവിടെ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് 10,000 രൂപ വീതം നൽകിയതടക്കം വോട്ടെടുപ്പിനെ ബാധിച്ചു, അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് വേണം തന്നെ കൃത്യമായി കരുതാൻ. ആ വോട്ടിംഗ് ശതമാനം കൂടിയതിൻ്റെ വ്യക്തമായ നേട്ടമുണ്ടായിരിക്കുന്നത് NDAക്കാണ്. NDA 65 സീറ്റുകളിലാണ് നേടിയിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ. ഈ 65 സീറ്റിൽ തന്നെ 29 സീറ്റുകൾ BJPക്കാണ്, JDUവിന് 24 സീറ്റുകൾ, LJPക്ക് 5 സീറ്റുകൾ, RMLന് 4 സീറ്റുകൾ, HAMSന് 3 സീറ്റ് എന്നുള്ളതാണ് അവസ്ഥ. അവിടെ നേരെ മറിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലെ സീറ്റ് നില പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്നത് RJDക്ക് 14 സീറ്റാണ് നേടിയിരിക്കുന്നത്, കോൺഗ്രസിന് 8 സീറ്റാണ്, CPIMLന് 5 സീറ്റ്, VIPക്ക് 1 സീറ്റ്, CPIMന് 1 സീറ്റ് ആണ് നേടിയിരിക്കുന്നത്. CPIക്ക് ആ മേഖലയിൽ മത്സരിക്കുന്ന സ്ഥലത്ത് സീറ്റൊന്നും ഇതുവരെ ഭൂരിപക്ഷമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ആ രണ്ടാം ഘട്ടത്തിലാണ് കനത്ത പരാജയത്തിലേക്ക്, കനത്ത തിരിച്ചടിയിലേക്ക് ഇവിടെ മഹാഗഠബന്ധൻ മാറിയിരിക്കുന്നത്. സംഭവം തന്നെയാണ്. രണ്ടാം ഘട്ടത്തിലാണ് കൂടുതൽ നേട്ടമുണ്ടാക്കുവാനായിട്ട് NDAക്ക് ഇപ്പോഴത്തെ ലീഡ് നില വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 122 എന്ന് പറയുമ്പോൾ മാജിക് ഫിഗർ. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിൽ ലീഡ് നില ആയി കഴിഞ്ഞു.